നോക്കാം അങ്കോളയിൽ നടന്നതെന്ത്. ഒരു നാട് മുഴുവൻ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. ഒരു സംവിധാനം മുഴുവൻ അർജുനു വേണ്ടിയുള്ള തെരച്ചിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി എന്താണ് ദേശീയപാത 66-ൽ അർജുന് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ. ഞാൻ നിൽക്കുന്ന സ്ഥലം ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂരു ഗ്രാമത്തിൽ. എൻ്റെ ഇടതുഭാഗത്ത് ശിരൂരു മലനിരകൾ, ആ മലയടിവാരത്തിൽ വലതുഭാഗത്ത് ഗംഗാവലി കുത്തിയിളിച്ചൊഴുകുന്ന ഗംഗാവലി പുഴയുടെ തീരത്ത്. ഒരു പുഴ കരകവിഞ്ഞൊഴുകുന്നതോ വെള്ളപ്പൊക്കമോ ഒന്നും കോഴിക്കോട്ടുകാർക്കോ മലയാളികൾക്കോ ഒട്ടും അപരിചിതമല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള വീട്ടുകാർക്ക് വീട്ടുപടിക്കൽ വരെ പൂനൂർ പുഴ കടന്നെത്താറുള്ളത് സ്വാഭാവികമായ അനുഭവമാണ്. ജീവിത പ്രയാസങ്ങളോട് പൊരുതി വളർന്നവനാണ് അർജുൻ. കുടുംബം പുലർത്താൻ 23-ാമത്തെ വയസ്സിൽ വലിയ വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങിയതാണ്. കോഴിക്കോട് കിണാശ്ശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയാണ് 8 വർഷത്തോളമായി അർജുൻ ഓടിക്കുന്നത്. മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു ഈ ദൂരയാത്രകൾ അത്രയും. ഈ മാസം 8-ന് ബെൽഗാമിലെ കൂപ്പിൽ തടിയെടുക്കാൻ പോയതും ഒറ്റയ്ക്ക് തന്നെയാണ്. കോട്ടക്കലിൽ നിന്ന് മൈസൂരുവിലേക്കും അതുവഴി കുശാൽ നഗറിലേക്കും അവിടെ നിന്ന് ബെൽഗാമിലേക്കും അതായിരുന്നു റൂട്ട്. അക്കേഷ്യയുടെ 300 കഷ്ണം ലോഡുമായാണ് അർജുൻ തിരിച്ചു വരുന്നത്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂർ ഗ്രാമത്തിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാത. ഈ ശിരൂർ കുന്നിന്റെ ഓരത്തായി ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന ലോറി ഡ്രൈവർമാരും മറ്റു സഞ്ചാരികളും. ഞാനിപ്പോൾ ഇരിക്കുന്ന ലക്ഷ്മണ ബൊമ്മയുടെ കടയുടെ മുന്നിൽ വിശാലമായ ഈ സ്ഥലത്ത് അവർ വിശ്രമിക്കാനായി. പുഴയിൽ നിന്ന് കാഴ്ചകൾ കാണാം. പുഴയ്ക്കപ്പുറം മറ്റൊരു ഗ്രാമമാണ് ഉൾവരെ. ആ ഗ്രാമത്തിന്റെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ധാരാളമുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. നദിയുടെ ഭാഗത്തായി 47-കാരനായ ലക്ഷ്മൺ നായിക്കും ഭാര്യ ശാന്തിയും നടത്തുന്ന ചായക്കടയും. ലക്ഷ്മണന്റെ വീടും കടയ്ക്ക് തൊട്ടടുത്താണ്. ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച 3:50 അർജുൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ലക്ഷ്മണയ്യയുടെ ചായക്കടയുടെ തൊട്ടു മുന്നിൽ വിശാലമായൊരു പാർക്കിംഗ് സ്പേസിലെത്തി. അവിടെ കിടന്നുറങ്ങുന്നു. 5:30 സുഹൃത്ത് വന്ന് വിളിക്കുന്നു. അപ്പോഴും സുഖനിദ്രയിലാണ്. ചില്ലുകളെല്ലാം പൊക്കിയിട്ട് ഭാരത് ബെൻസിന്റെ ലോറിയിലാണ് കിടന്നുറങ്ങുന്നത്. അർജുനെ അവസാനമായി കണ്ട ലോറി ഡ്രൈവറും ഈശ്വരമംഗലം സ്വദേശിയായ സവാദ് പറയുന്നത് 5:30-ക്കും അർജുനെ അവിടെ സ്പോട്ട് ചെയ്തു എന്നാണ്. ഇവരൊരുമിച്ചാണ് ബെൽഗാവിയിലെ രാംനഗറിൽ നിന്ന് ലോഡെടുത്ത് യാത്ര തുടങ്ങിയത്. മഴ പെയ്യുന്നത് കാരണം അത് പറയാനാണ് സവാദ് ലോറി നിർത്തി അർജുനെ വിളിച്ചത്. അപ്പോൾ സമയം പുലർച്ചെ 5:30. 3:50-നെത്തി ഉറങ്ങാൻ കിടന്ന് അർജുൻ ഗാഠനിദ്രയിലാണ്. ലോറിയിൽ മുൻഭാഗം എല്ലാ ചില്ലുകളും കൂട്ടി സുഖനിദ്രയിലായിരുന്നു അർജുൻ. സവാദിന്റെ വിളി കേട്ടത്. സമയം 8:33. പൊടുന്നനെ ശിരൂർ കുന്നിടിഞ്ഞു. റോഡും കടന്ന് നദിയിലേക്ക് മണ്ണ് വീണപ്പോൾ സുനാമി പോലെ വെള്ളമുയർന്ന് 250 മീറ്ററോളം വീതിയുള്ള ഗംഗാവലി പുഴയ്ക്ക് മറുകരയിലുള്ള ഗ്രാമത്തിലേക്ക് വീശിയൊഴുകി. 3 വീടുകൾ അപ്പാടെ തകർന്നു. ദേശീയപാതയ്ക്ക് മുകളിലൂടെ ഈ മണ്ണും കുന്നും ഇടിഞ്ഞ് ഗംഗാവലി പുഴയുടെ മധ്യത്തിലാണ്. ചായക്കടക്കാരൻ ലക്ഷ്മൺ നായിക്കിന്റെയും ഭാര്യയുടെയും 2 മക്കളുടെയും അടക്കം കുടുംബത്തിലെ 5 പേരുടെയും തമിഴ്നാട്ടുകാരനായ 2 ലോറി തൊഴിലാളികളുടെയും അടക്കം 7 മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച തന്നെ പുഴയിൽ കണ്ടെത്തി. മറുകരയിലുള്ള മാടങ്കേരി ഗ്രാമത്തിലെ കാണാതായ 9 പേരിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ പാചകവാതക ടാങ്ക് ലോറികളിലൊന്ന് 7 കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ ഡ്രൈവർമാരുടെ മൃതദേഹം കണ്ടെത്തിയത് ഏറെ അകലെ ഗോകർണത്ത് കടലിൽ വെച്ചാണ്.
അർജുൻ ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെയാണ്. പിന്നീട് അർജുനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് കുടുംബം അറിയുന്നത്. ആദ്യം ചേവായൂർ പോലീസിൽ പരാതി നൽകി.